എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. ചെറിയ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നാടൻ പലഹാരം റെഡിയാക്കിയേക്കണേ. അര കപ്പ് മട്ടരി എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിലൊക്കെ കിട്ടണ അരിയാണ്. 3/4 കപ്പ് കടല, 1/4 കപ്പ് കപ്പലണ്ടി, അര കപ്പ് ചുവന്ന അവിലാണ് എടുത്തേക്കുന്നത്. ചുവന്നതോ വെള്ള അവിലോ ഏതായാലും കുഴപ്പമില്ല. 2 അച്ച് ശർക്കര, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യും കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് കടല വറുത്തെടുക്കാം. കടലയും അരിയൊക്കെ ഞാൻ കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കണതാണ് കേട്ടോ. കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കടല റെഡി ആവുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും. പിന്നെ നമുക്ക് വായിലിട്ട് നോക്കുമ്പോൾ തന്നെ കടല റെഡി ആയോ ഇല്ലയെന്ന് അറിയാനും പറ്റും കേട്ടോ. നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് അരി വറുത്തെടുക്കാം. ഇതും മീഡിയത്തിൽ സിമ്മിലിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അരി ഉണ്ടയ്ക്കൊക്കെ നമ്മൾ വറക്കണ ആ ഒരു പാകം. അരി റെഡിയായി. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അവിൽ വറുത്തെടുക്കാം. ഇതിൽ നമുക്ക് സമയം എടുക്കുന്നത് കടല വറക്കാൻ മാത്രമായിട്ട് അതൊരു 5 മിനിറ്റേ വേണ്ടി വരുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് വറക്കാൻ പറ്റും. അവിൽ റെഡിയായി. നമുക്കിതും മാറ്റാം. കപ്പലണ്ടി വറുത്തെടുക്കാം. സിമ്മിൽ വെച്ച് വറുത്താൽ മതിയിട്ടാ. കപ്പലണ്ടി റെഡിയായി. ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വറുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിക്കാം. അരിയും കടലയും കൂടി ഫസ്റ്റ് നമുക്ക് തരിതരിയോടുകൂടി പൊടിച്ചെടുക്കാം. ഈ അരി ഇട്ട് കൊടുക്കാം. തരിതരിയോടുകൂടി പൊടിക്കാം. കടലയും അരിയും കൂടി ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ശർക്കര കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളാം. ശർക്കരയും ചേർത്ത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിലും കപ്പലണ്ടിയും പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫുൾ ഏലക്കയാണെങ്കിലും ഈ സമയത്ത് ഇട്ട് കൊടുത്ത് പൊടിച്ചാൽ മതി. ഇതും തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. കപ്പലണ്ടി അവിലും പൊടിച്ചു. അതും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നാളികേരം വേണമെന്നുണ്ടെങ്കിൽ നാളികേരം വറുത്ത് പൊടിക്കാട്ട. നാളികേരം നമ്മൾ ചേർക്കുമ്പോൾ കുറേ ദിവസം ഇരിക്കില്ല. ഇതിപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാൻ പറ്റും, നാളികേരം ചേർക്കാത്ത കാരണം. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല അമർത്തി മിക്സ് ചെയ്യണേ. നെയ്യ് ചേർത്ത് നല്ലോണം അമർത്തി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കാം. എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ബോൾസ് ആക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ബോൾസ് ആക്കി എടുക്കാം. നമ്മുടെ നാടൻ പലഹാരം റെഡി ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാവും. അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്താ ഒരു വെറൈറ്റി മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ നാടൻ പലഹാരം റെഡി ആക്കിയേക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.